പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ചൂടാണ് പിന്നെ ആറിയിട്ട് കുടിച്ചൂടെ? ഭയങ്കര ചൂടാ, ഊതിയിട്ടേ കുടിക്കാൻ പറ്റൂ. പിന്നെ എന്റെ ഫ്രണ്ട് ഗുപ്തൻ ഇങ്ങനെയാണ് കുടിക്കുക. ചൂടുള്ള ചായ എപ്പോഴും ഊതി ഊതി കുടിക്കും. ഏത് ഗുപ്തൻ? എന്റെ ഫ്രണ്ട് ഗുപ്തൻ. എന്റെ ഫ്രണ്ട് അല്ലേ ഗുപ്തൻ? എന്റെ ഫ്രണ്ടാണ് ഗുപ്തൻ. എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് ആവും? ചേട്ടാ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഫ്രണ്ടാണ് ഗുപ്തൻ. ആര് പറഞ്ഞു ഗുപ്തൻ? ഗുപ്തൻ എന്റെ ഫ്രണ്ടാ. ഗുപ്തനെ ഉണ്ണിച്ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ആരാ? എന്നെ ആരും പരിചയപ്പെടുത്തിയതൊന്നുമല്ല. എനിക്ക് നേരത്തെ അറിയാം ഗുപ്തനെ. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, ഇയാൾ ആരുവാ? ആരായാലും എന്താ? തലയിൽ കെട്ടും കെട്ടി നേരത്തെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ വയസ്സാം കാലത്ത് റോമി കളിക്കാൻ. ഞാൻ കണ്ടായിരുന്നു. എന്തോന്ന്? കണ്ടു. രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോഴേക്കും നടുവെട്ടിട്ട് അവിടെ വീണത്. അണ്ണാ അത് കണ്ടോവാ. എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കില്ലേ? എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കണ്ട. എന്ത് പറഞ്ഞാലും ശരി, ഗുപ്തൻ എന്റെ ഫ്രണ്ടാ. ഗുപ്തൻ എന്റെ ഫ്രണ്ടാ. എന്റെയും ഫ്രണ്ടാ. ഗുപ്തൻ ഈസ് മൈ ഫ്രണ്ട്, നോട്ട് യുവേഴ്സ്. രണ്ട് സ്റ്റെപ്പ് കാട്ടട്ടെ? ചെയ്യാൻ പറ്റുമോ? നോട്ടെ. ചെയ്യാൻ പറ്റുമോ? നോട്ടെ. അത് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അല്ലേ? ഓക്കെ. കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിളിച്ചോണ്ടോ? ഇത് പിടിച്ചേ. നമ്മളെ പോലെ എല്ലാവർക്കും ഡാൻസ് കളിക്കാനുള്ള സ്കിൽ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ ശരിക്കും ഗുപ്തൻ അറിയുന്ന ഒരാൾ ഇവിടെ പാടാൻ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ വിളിക്കാം. അപ്പൊ വഴക്ക് മാറിയില്ലേ? എന്റെ മീരല്ലേ? എന്റെ മീര. എന്റെ മീര. എന്റെ മൈൻ ഓൺലി മൈൻ. ഞാൻ എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്യണം. ഇത്ര വയസ്സല്ലേ പിന്നെ മീര മീര എന്ന് പറഞ്ഞു? എന്റെ മീര. നിങ്ങൾ ഇങ്ങനെ കിടന്ന് അലമ്പുണ്ടാക്കല്ലേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ അവിടെ പോയിരിക്കും രണ്ടുപേരും. ചെല്ല്, ഞാനിപ്പോ വിളിക്കാൻ. ചായ കൊണ്ടോക്കോ. രണ്ട് വട്ടം വരെ പോയിട്ടില്ലോ. ബിംബം മിഴി തുറന്നു, താനേ നട തുറന്നു. സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ. സൂര്യനുണർന്നു, ചന്ദ്രനുണർന്നു, മംഗളയാമം തരിച്ചു നിന്നു. സൂര്യനും സ്വന്തം, ചന്ദ്രനും സ്വന്തം, സന്ധ്യേ
സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ സൂര്യനുണർന്നു ചന്ദ്രനുണർന്നു മംഗളയാമം തരിച്ചു നിന്നു സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം സന്ധ്യേ നീ നാർപ്പു സ്വന്തം പൂജാബിംബം മിഴി തുറന്നു താനേ നട തുറന്നു സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ അപ്പൊ ഇതാണ് ഇത്രയും സമയം ഹരിയും കൃഷ്ണനും അന്വേഷിച്ച നിങ്ങളുടെ മീര. നിങ്ങളുടെ അല്ല എന്റെ മീര. അയ്യോ സോറി, എനിക്കൊരു അബദ്ധം പിന്നെയും പ്രശ്നം പറ്റിപ്പോയി. ഇത് മറന്നിട്ടില്ലേ ഇനി? ഇല്ല, മീര നന്നായി പാടിയോ? അപ്പൊ അത് പറയോ? എന്റെ അപ്പ ഉത്തരവൊന്നും ഇല്ലേ? രണ്ടുപേർക്കും അപ്പ ഒന്നും പറയാനില്ല. എന്റെ മീര നന്നായിട്ട് പാടിയൊന്ന് ഉണ്ണിച്ചേട്ടൻ പറയട്ടെ. ആ ശരി, എന്നിട്ട് ഉണ്ണിയങ്ങളുടെ മീര നന്നായി പാടിയോന്ന് എം ജെ പറയട്ടെ. സോൾ അച്ഛനാണ് അച്ഛൻ. സോറി അച്ഛാ. എന്റെ മീര നന്നായി പാടി, ഗംഭീരമായിട്ട് പാടി, കരയിപ്പിച്ചു നമ്മളെ. നന്നായി പാടി മോളെ. ഫസ്റ്റ് ചരണം ഗംഭീരമായിട്ട് പാടി. സെക്കൻഡ് ചരണത്തിൽ ആന്റിസിപ്പേഷൻ കുറച്ചൊന്ന് കുറഞ്ഞോന്ന് സംശയം തുടക്കത്തില്. പക്ഷെ അതിങ്ങനെ നെക്സ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും വളരെ ഭംഗിയായിട്ട് പാടി. ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിരുന്നു ആ പാട്ട്. പൂജാബിംബം മിഴി തുറന്നു താനേ നട തുറന്നു സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ. വോയിസ് വാസ് സൗണ്ടിങ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ആ ഫുൾ ന്യൂവാൻസസിലേക്ക് പോവാതെ പാട്ടിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് വളരെ ശരിക്കും ആസ്വദിച്ചിരുന്നു ആ പാട്ട് മുഴുവൻ. ബ്യൂട്ടിഫുള്ളായി പാടി. താങ്ക് യു സർ. എന്റെ മീര എങ്ങനെ പാടി ക്യാപ്റ്റൻ? നന്നായി പാടിയില്ലേ? എന്റെ അടുത്താണോ ചോദിക്കുന്നേ? പേടിപ്പിക്കുക. ആ നന്നായി പാടി. ആ എന്റെ മീര എങ്ങനെ പാടാതിരിക്കും? ശ്രീകുട്ടി, യെസ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ഇങ്ങനെ വരിക, ഒരുപാട് കാര്യങ്ങൾ. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രേസസ് ശ്രീകുട്ടി പാടിയിട്ടുണ്ടായിരുന്നു. അത് ആ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. എസ്പെഷ്യലി അനുപല്ലവിയിലത്തെ പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആശീർവാദങ്ങളോടെ. ആശീർവാദം ഒന്നുകൂടെ പാടി തരുമോ? അത് എന്തിനു സന്ധ്യേ നിമ്മിഴിപ്പൂക്കൾ നനയുവതെന്തിനു വെറുതെ ആയിരം കിരണങ്ങളോടെ ആശീർവാദങ്ങളോടെ സൂര്യവസന്തം ദൂരെ ഒഴിഞ്ഞു തിങ്കൾ തോഴനു വേണ്ടി സ്വന്തം തോഴനു വേണ്ടി. ആഹാ, ബ്രില്യൻറ്റ്, മിടുക്കി. എനിക്ക് അനുപല്ലവി നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി ഫീൽ ചെയ്തു. ഐ വിഷ് ചരണത്തിലും പല്ലവിയിലും അതുപോലെ നല്ല ഫീല് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കൊതി കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതലും ചരണമൊക്കെ എത്തിയപ്പോൾ തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ പാട്ടിന്റെ പുറകെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നി. അതിന്റെ പുറകെ ഇങ്ങനെ നമ്മൾ ഓടി പിടിക്കാൻ നോക്കില്ലേ? ടെൻഷൻ കൊണ്ടാണോ അതോ പെട്ടെന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ ആണോ, അങ്ങനെയാണോ എന്നൊരു തോന്നല് എനിക്ക് പെട്ടെന്ന് വന്നുപോയി. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുൾ വോയിസ്. വോയിസിലുള്ള ടച്ചസ് ഉണ്ട്, നുറുങ്ങ് ടച്ചസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പെർഫെക്റ്റ് ആൻഡ് ഇൻ കൺട്രോൾ ഓഫ് ദാറ്റ് ടച്ചസ്. യെസ്, വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തായാലും എന്റെ മീരയുടെ പാട്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഒരിക്കലും ഇല്ല. ഉണ്ണിയണ്ണന് ഒറ്റ വാക്ക് വേണ്ടി പോയി. നിങ്ങൾ അടി കൂടരുത് പ്ലീസ്, അടി കൂടരുത് പ്ലീസ്. ശ്രീയ,
യെസ് സർ. ശ്രേയ ഘോഷാൽ. യെസ് സർ. അതുപോലെ തോന്നി കേട്ടോ. സ്വയംവരവീഥിയിൽ നിന്നെയും തേടി ആകാശതാരകളിനിയും വരും. നിന്റെ വർണ്ണങ്ങളെ സ്നേഹിച്ചു ലാളിക്കാൻ ആഷാഢമേഘങ്ങളിനിയും വരും. എങ്കിലും സന്ധ്യേ ശ്രേയയുടെ വോയിസുമായിട്ട് എന്തോ ഒരു സാമ്യം എപ്പോഴും എനിക്ക് തോന്നും ശ്രേയ പാടുമ്പോൾ. പ്രത്യേകിച്ച് ഈ പാട്ടിൽ എനിക്ക് അത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് ഇത് യു. ഒറിജിനൽ പിച്ചിലാണോ പാടിയിരിക്കുന്നത്? ആണോ? എനിക്ക് തോന്നുന്ന ഒരു സെമി ടോൺ അല്ലെങ്കിൽ ഒരു ടോൺ കൂട്ടിയാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നുന്നു ശ്രീയുടെ വോയിസിൽ. ഓക്കെ. ഇപ്പൊ ഏതാ പിച്ച്? എ. എ. അത് ബിയിലൊന്ന് നോക്കാം. അനുപല്ലവി തന്നെ ബിയിൽ നോക്കാം. എന്തിനു എന്തിനു സന്ധ്യേ നിൻമിഴിപ്പൂക്കൾ നനയുവതെന്തിനു വെറുതെ? ആയിരമായിരം കിരണങ്ങളോടെ ആശീർവാദങ്ങളോടെ സൂര്യവസന്തം തോരെയൊഴിഞ്ഞു തിങ്കൾ തോഴനു വേണ്ടി. ആഹാ. ഇത് കുറച്ചും കൂടെ Yes. ഇമ്പാക്ട്ഫുൾ ആണ്. Yes. ഇമ്പാക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഓൾസോ. മാത്രമല്ല ശബ്ദം കുറച്ചുകൂടെ തുറക്കുന്നുണ്ട് അവിടെ. അപ്പൊ പല്ലവി ഒന്ന് പാടിക്കേ. പൂജാബിംബം മിഴി തുറന്നു താനേ നട തുറന്നു. ആ സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ. ഇത് സൗണ്ടിങ് മച്ച് ബെറ്റർ Perfect, കേട്ടോ ഈ yes. ഒരു പിച്ചിൽ. അപ്പൊ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് പിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഒറിജിനൽ പിച്ചിൽ പാടിയില്ലെന്ന് ക്രിമിനൽ കുറ്റമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ടേക്ക് ഇറ്റ് ഈസി പോളിസി അതിനകത്ത് വേണം. നമ്മുടെ സൗകര്യത്തിനാണ് പാടുക. അത് കേൾക്കുമ്പോൾ നന്നായിരിക്കണം, അതിന് എസ്തെറ്റിക്കലി അത് നന്നായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ലൈൻ സോഫ്റ്റ് ആയിട്ട് പാടിയിട്ട് പിന്നെ സൂര്യനും മേളിലോട്ട് പോകുന്നില്ലേ, അവിടെ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്താലാണ് ഈ പാട്ട് ശരിക്കും ധ്വനിക്കുക. മനസ്സിലായോ? ആ സൂര്യന് സ്വന്തം കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പാടാമോ? സൂര്യനുണർന്നു ചന്ദ്രനുണർന്നു മംഗളയാമം തരിച്ചു നിന്നു. പിന്നെ സോഫ്റ്റ് ആകണം. പൂജാബിംബം മിഴി തുറന്നു. അങ്ങനെയാണ്. അതും ഇന്റലിജന്റ് ആണ്. എവിടെ എക്സ്പ്രഷൻ കൊടുക്കണം. ഒരേ ലൈനിലല്ല നമ്മൾ പോണേ. ആ കയറ്റങ്ങളും ഇറക്കങ്ങളും കൃത്യമായിട്ട് വരണം. എന്നാലേ അത് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ. താങ്ക് യു. ശ്രീകുട്ടി പിന്നെ മൈക്ക് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ വായന്റെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ ആ ഒരു നേസൽ സൗണ്ട് നമുക്കൊന്ന് കുറയ്ക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ. യെസ്. എന്റെ മീരയ്ക്ക് എന്ത് മാർക്ക് കിട്ടും നോക്കാം. എന്റെ മീരയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ട് പോകും അവിടെ നിന്ന്. ഇല്ല, മീനൂട്ടി അതിനായിട്ടില്ല. പുരുഷൻ അനുഗ്രഹിക്കണം. അപ്പോ എന്റെ മീരക്കുട്ടിയുടെ മാർക്ക് ഇന്ന് ഈ ബ്യൂട്ടിഫുൾ റെൻഡിഷന് 97.75 ഔട്ട് ഓഫ് മാർക്ക്. നീല ഹാപ്പി അല്ലേ? ഹരികൃഷ്ണൻ ഹാപ്പി അല്ലേ? ഹാപ്പി. നമ്മള് ഡബിൾ ഹാപ്പി ആണ്. അടുത്ത പ്രാവശ്യം വീണ്ടും ഹാപ്പി ആക്കണം, കൂടുതൽ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. രാജകുമാരി നിന്നു തിരുനടയിൽ. ഉണ്ണിയങ്കിൾ, ഓ, നമ്മളെല്ലാരും വോട്ട് ചെയ്തു അല്ലേ? ഇപ്പൊ Yes. എന്നാലും ലാസ്റ്റ് വോട്ട് ചെയ്തത് ഉണ്ണിയങ്കളാണ്. വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഇങ്ങനെ നിൽക്കല്ലേ, റിസൾട്ട് ഇതാ വരാൻ പോവാണ്. yes. അപ്പൊ ചൂടാറുന്നതിന് മുന്നേ വോട്ടിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടുമായിട്ടാണ് നമ്മുടെ ഫാമിലി റൗണ്ടിൽ ഒരാള് വോട്ട് തേടാൻ എത്തുന്നത്. ഒരാളല്ല, ഒരു കൂട്ടം ആൾക്കാരാണ്. ടോപ്പ് സിംഗർ ആണ് പാർട്ടി. ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ടാണ് വരാൻ പോകുന്നത്. സാരംകുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. വരുന്നു. എത്തിയത്. നമസ്കാരം. നമസ്തേ. നമസ്തേ. ജനനായകൻ വരവായി. ഇവനാണ് നമ്മുടെ താരം. യെസ്. നായകോ, ഓ, നാടിന്റെ പൊന്നോമന പുത്രോ, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. എടേ, ആ ഡെനിം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിരുന്നു. അതെ, അതെനിക്കറിയാലോ. ആ, അതെ. ഓർഡർ ചെയ്തോ? അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
അപ്പോ ആ ചേട്ടൻ പറഞ്ഞു പറ്റുമെങ്കിലൊക്കെ കുറച്ച് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ നോക്കാന്ന് പറഞ്ഞോ? ഇപ്പൊ ഞങ്ങൾ ഇടിക്കുവാ ചേട്ടാ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഗുണ്ടകളെ വിടുന്നു. അതെ. പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ സാരം കൊണ്ടിന്റെ അടുത്താണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതെ. ഏത് ധൈര്യത്തിലാ പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ. പക്ഷെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്നെ പറയണേ. പുള്ളിയുടെ വിചാരം പാവാ ചേട്ടൻ 3 ആൾക്ക് കേറാനുള്ള സൈസിലേക്ക് അത് വെറുതെ അച്ഛൻ എന്നിട്ട് ഇട്ട് നോക്കി. അച്ഛന് കറക്റ്റ് അല്ല, എന്നാലും അച്ഛൻ ഇടാൻ പറ്റത്. Sure. അപ്പൊ ഇന്ന് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? അച്ഛനുണ്ട്, അമ്മയും ഉണ്ട്. അവരാണ് main സ്ഥാനാർത്ഥി. ആർക്ക് വോട്ടിയടേ? അമ്മക്ക് വോട്ടിയും. ആണോ? അയ്യോ, അതെന്താ? അമ്മയുടെ അതെന്താ പ്രവർത്തനങ്ങളാണ് അമ്മയ്ക്ക്? ഇഷ്ടം. അതൊന്നുമില്ല, വീട്ടിൽ അമ്മയുടെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ നല്ലത്. എല്ലാവരെയും സഹായിക്കും. ഓ, എല്ലാരെയും ആ, സഹായിക്കും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാരെയും Yes, സഹായിക്കും. എല്ലാരെയും പാവപ്പെട്ടവരൊക്കെ സഹായിക്കും. അപ്പൊ എല്ലാരും വിളിച്ചോ. ഏതാണ് വിളിക്കാം. പാട്ട്? വോട്ട്. വോട്ട്. ആ, ഒരു details അറിയിച്ചോ. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് അല്ലേ? ആ, Yes. ഡീറ്റെയിൽസ്. മൂവി ക്ലാസ്മേറ്റ്, വർഷം 2006, ഉം. മ്യൂസിക് അലക്സ് പോൾ സാർ, ഉം. പിന്നെ ലിറിക്സ് വയലാർ ശരത്ചന്ദ്ര വർമ്മ സാർ, ഉം. പിന്നെ പാടിയത് MG ശ്രീകുമാർ സാറും പ്രദീപ് പള്ളിരുത്തി സാർ. ഓക്കെ. ഓക്കെ, കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിന്ദാബാദ് 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 വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരിയെ. ജയമെന്നും നമുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ. ചോര തുടിക്കണ കൈകളെ, സിന്ദൂര താര പതാക തരൂ. ഓ തക 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 വോട്ട് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയ, പുതു സമ്മാനമാക്കൂ സോദരിയെ. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനം കൊടുക്കരുതോട്ട്. വെളുവെളു ചിരിക്കണ പുളുവടി നടത്തണ വലതനം കരികളോട്ട്. സിന്ദാബാദ് സിന്ദാബാദ്. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനം കൊടുക്കരുതോട്ട്. വെളുവെളു ചിരിക്കണ പുളുവടി നടത്തണ വലതനം കരികളോട്ട്. സമരം വേണ്ടൊരു ജയിലും വേണ്ട, ശാന്തിക്കെന്നുടെ വോട്ട്. ഒരു പാവപ്പെട്ടവനെല്ലാം നൽകാൻ തന്റെ ഇടമുള്ളവനോട്ട്. ഭീഷണ പാർട്ടിക്കോട്ടില്ല, തോക്കണ പാർട്ടിക്കോട്ടില്ല. ഭീഷണ പാർട്ടിക്കോട്ടില്ല, തോക്കണ പാർട്ടിക്കോട്ടില്ല. കള്ള വോട്ട് വേണ്ട വേണ്ട ചെഞ്ചോരേ. വോട്ട് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരിയെ. Yo, yo, make the trap play, do it your own way. Yo, 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 cause you know how we do it for the Y2K was fire. Tanzania, 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 Tanzania. അടിമുടി അടിമുടി കരയുള്ള ഖദറിന്റെ അഴിമതിക്ക് ഇനിയില്ല വോട്ട്. കുറുവടി കൊലവിളി നടത്തണം മസിലിനും കുറിക്കുള്ള മറുപടി
പാർട്ടിക്കോട്ടില്ല ഭരണി പാർട്ടിക്കോട്ടില്ല ഭരണം പാർട്ടിക്കോട്ടില്ല ഭരണി പാർട്ടിക്കോട്ടില്ല വേല കൊണ്ടു പാര വേണ്ട പഞ്ചാരേ വോട്ട് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് ചുടും മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ടു വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ. അമ്മ ജയിച്ചു, അച്ഛൻ തോറ്റ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഇത് സംഭവിക്കുന്ന അറിയാറിയുന്നല്ലേ? ആ ചെറുതായിട്ടൊരു ഊഹലുണ്ടായിരുന്നു. അമ്മ ജയിച്ചു, ജയിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. അച്ഛൻ തോറ്റു, കൺഗ്രാറ്റുലേഷൻ. കൺഗ്രാറ്റുലേഷൻസ്. അതിനും കൺഗ്രാറ്റുലേഷൻസ്. കാരണം എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെയാണ്. അപ്പൊ സാരംകൂട്ടാ, ആ. ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക് യു. ഇവിടെ ജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു, ആ. നമ്മളെല്ലാവരും ജയിച്ചു ഓ. എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിരിക്കുകയല്ലേ. ഓ അതെ. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തോ? ആ അറ്റത്തുനിന്ന് പരിചയപ്പെട്ടു. എന്റെ പേര് മുരളീധരൻ. ആ. സാരംഗിന്റെ അച്ഛന്റെ അനുജനാണ്. അത് ശരി. ആഹാ. ആ, ഹലോ. എന്റെ പേര് വിജില, ആ. പാപ്പന്റെ വൈഫാണ്. ഓക്കെ. ഞാൻ വിനിഷ, കസിനാണ്. പേരെന്നാ പേര് കുഞ്ഞിന്റെ? പറഞ്ഞോ? ദർശിത്ത്. ആ ഗുഡ് ബോയ്. ഓക്കെ, ദർശിത്ത്. ആ. നീ ഇവിടെ. ഈ അച്ഛനെ പറയണ്ടല്ലോ. അച്ഛനെ അച്ഛനെ നമുക്ക് അറിയാം. അറിയാടോ. അതെ അതെ ഇതാണ് മെയിൻ ആള്. പറ. പേരെന്താ? പേര് പറ. ധനി. ധ്വനി. ഓക്കെ. ഓ. കസിനാണോ സാരംഗിന്റെ? ടാറ്റ മാമ. മാമനെ വിളിക്കുക. ഓ ആ, ആ. ഞാൻ പറഞ്ഞു എനിക്ക് മാമെന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല. നേരം ഇവിടെ അമ്മ ചേച്ചി പറഞ്ഞു അല്ല മാമൻ തന്നെ വിളിക്കാം. നേരം പറഞ്ഞാ ടാട്ടനും മാമനും കൂടി ആയിട്ട് വിളിച്ചോ ടാട്ടൻ മാമന്ന്. ടാറ്റം മാമൻ. ഓ, so cute. അങ്ങനെ. പേര്? വൈഗ മുരളി, വൈഗ. ആ. സാരംഗിന്റെ അച്ഛന്റെ അനുജന്റെ മോളാണ്. ഓക്കെ, വൈഗ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ക്യാമ്പയിനിങ് എന്റെ അടുത്ത് വന്ന് വോട്ടൊക്കെ ചോദിച്ചു. അത് നമ്മളെല്ലാരും അടുത്ത് ചോദിച്ചു. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ക്യാമ്പയിൻ ചെയ്തു. ജയിക്കുകയും ചെയ്തു അല്ലേ? ഞാൻ നന്ദന, സാരംഗിന്റെ പാപ്പന്റെ മോളാണ്. അത് ശരി. ഞാൻ വിനീഷ്, സാരംഗിന്റെ മാമനാണ്. ആ. എന്റെ പേര് മിലൻ കാർത്തി. ഞാൻ സാരംഗിന്റെ അച്ഛന്റെ അനുജന്റെ മകനാണ്. അതെ, Yes. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. അതെ അതെ. ഇപ്പോഴാണ് മനസ്സിലായത്. അതെ. ഇപ്പോഴേ മനസ്സിലായുള്ളൂ. സാരംകൂടാ, ഓ. കാലക്കി താങ്ക് യു സാർ. നല്ല ഗുമ്മുണ്ടായിരുന്നു. ആ. ആ. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇതിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി. ആ. പല രീതിയിലുള്ള പാട്ടുകൾ ഏത് ജനുസ് ആണെങ്കിലും സാരംകുട്ടൻ കലക്കും. താങ്ക് യു സാർ. അതാണല്ലോ സാരംകുട്ടന്റെ ഒരു ഇത്. അതെ അതെ. എന്ത് ഇത് 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 തന്നെ. സാരംകുട്ടന്റെ നമ്മുടെ ഡെനിം ഷർട്ട് അച്ഛന് ചേരണുണ്ടെന്ന് പറഞ്ഞു, ശരിയാണോ? ഞാൻ പറഞ്ഞു അത് അച്ഛന് അളവിന്റെ പ്രശ്നമുണ്ട് സാർ. അളവിന്റെ അതെ. അപ്പൊ അച്ഛനും ഇടാൻ പറ്റൂല, മോനും ഇടാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാല് അടുത്ത വരുത്തിന് എനിക്ക് അടുത്ത ഷൂട്ടിന് എനിക്കത് ഇട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു എന്നാ അച്ഛൻ ഇട്ടിട്ട് വന്നോട്ടെ, എന്നിട്ട് സാറ് കണ്ടോട്ടെ. അപ്പൊ അങ്ങനെയെങ്കിലും സാറ് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. മറ്റേത് ഇട്ടോണ്ടായിരുന്നേ ആ ഓക്കെ. അടുത്തൊരു പെർഫോമൻസിന് ആ ഓക്കെ. മറക്കല്ലേ, ഇല്ല അല്ലെങ്കിൽ ഇടിയിട്ടു. രണ്ടും ഏകദേശം സെയിം തന്നെയാ. രണ്ടും കണക്കാ വാങ്ങിക്കൊണ്ട് വന്നത്. മൊത്തം പാട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പാടിയത് കേട്ടോ. ആ, ഇപ്പൊ ഇന്ന് എനർജി കൂടുതലാണല്ലോ മൊത്തം. ആ അതെ ഫാമിലി ഉള്ളതുകൊണ്ടാണോ? അതെ അതെ അതുണ്ട്. അതാണ് ഭയങ്കര സ്ട്രെങ്ത് ആണല്ലേ. ആ. ഫാമിലിയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് കേട്ടോ. ഉം. അത് സംശയമില്ല. അത് ഈ പാട്ടിലൂടെ തെളിയിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും സാരംകുട്ടൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും എനർജിയിൽ ഞാൻ കണ്ടിട്ടില്ല. അതെ. അപ്പൊ അത് കുടുംബത്തിന് ഒരു വലിയ സലാം. താങ്ക് യു. തീർച്ചയായും, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഓക്കെ സാർ. അപ്പൊ അങ്ങനെ പോരട്ടെ പല പാട്ടുകളും. ആ യെസ് സാരംകുട്ടാ, ആ അതെ സാർ. ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു ഭയങ്കര എനർജി. ആണോ? അത് വോയിസിന്റെ ത്രോ ഒക്കെ ഭയങ്കരമായിരുന്നു. ആ ഹൈ നോട്ട്സ് ഒക്കെ ടച്ച് ചെയ്യുമ്പോ അതെനിക്ക് ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു ഹൈ പിച്ച് ആയതുകൊണ്ട്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനം കൊടുക്കരുതോട്ട് വെളുവെളു ചിരിക്കണ പുളുവടി നടത്തണ വലതനം കരികളോട്ട് സമരം വേണ്ട ഒരു ജയിലും വേണ്ട ശാന്തിക്കെന്നുടെ വോട്ട് ഒരു പാവപ്പെട്ട
ഭീഷണ പാർട്ടിക്കോട്ടില്ല. കറക്റ്റ് ആയിട്ട് പോയിട്ട് ടച്ച് ചെയ്തിട്ട് വന്നു അല്ലേ? അതെന്ന് തോന്നുന്നു. ആ. തോന്നുന്നല്ല, ആണ്. കറക്റ്റാ. ആയിരിക്കും. യെസ്. അപ്പൊ ഇത് എന്തായാലും പറയും പോലെ ആയിരിക്കും. അതെ, അല്ലേ? അതിഗംഭീരമായിട്ട് പാടി ഈ പാട്ട്. താങ്ക് യു സർ. നമുക്കത് കേൾക്കുമ്പോൾ വളരെ സുഖമായിട്ട് തോന്നും പാടാമെന്ന്. പക്ഷെ അതിൽ കറക്റ്റായിട്ട് ആ ഗ്രൂവിൽ ഇങ്ങനെ പാടണമെങ്കിൽ ക്ലീൻ ആയിട്ട് തന്നെ പാടണം. ആ. അത് പാടി മാ. Okay. ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടും പാടി. പിന്നെ അവിടെ പിന്നാലെ ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് അടി ഇടി പിടി നമ്മള് റോട്ടിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഒന്നും തള്ളുമായിരുന്നു പുറകില് മുഴുവൻ. ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ ഈ അറ്റത്ത് നിൽക്കുന്നവരാണ്. അതെ, യെസ്. അച്ഛനും അമ്മയും എല്ലാവരും ഗംഭീര അഭിനയം. ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സർ. മോൻ നന്നായി പാടും ചെയ്തു. താങ്ക് യു താങ്ക് യു. Good. ശരിക്കും പറഞ്ഞാൽ അമ്മ ജയിച്ചതിലൂടെ അച്ഛനും ജയിച്ചില്ലേ? അമ്മയും അപ്പൊ അച്ഛൻ മൊത്തം ജയം തന്നെയാണ്. ആ അതാണ് ഫാമിലിയുടെ ജയം. മൊത്തം ജയം. യാ ആ അല്ലേ ക്യാപ്റ്റൻ? യെസ്. പിന്നെ ആ ക്യാമ്പയിനിങ്ങിന് വന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല രസത്തിൽ അഭിനയിച്ചു രണ്ടുപേരും. ഇങ്ങനെ വോട്ട് ചെയ്യോ എന്ന് വെച്ച് ക്യാമ്പയിനിങ്ങിന് വന്ന നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉണ്ടോ? അടിപൊളിയായിരുന്നു അത്. മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആദ്യമായിട്ട്? അച്ഛനും അമ്മയും ഇലക്ഷന് നിൽക്കുവോ? ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എന്തായാലും അമ്മക്കൊരു കൺഗ്രാറ്റുലേഷൻസ് ആരംകൂട്ടന്റെ അമ്മയ്ക്ക്. അച്ഛനും രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻ. നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും സാരംകോട്ടിന് വേണ്ടിയിട്ട് നന്നായി അഭിനയിച്ചു. നല്ല ഭംഗിയായിട്ട് വന്നു. എസ്പെഷ്യലി കുട്ടികളും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ആ ജയിച്ചു കഴിഞ്ഞപ്പം കുട്ടികൾ ഇങ്ങനെ ഓടി വന്നല്ലോ. ആ ഓടി വന്നിട്ട് ഇങ്ങനെ എടുത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വളരെ നാച്ചുറൽ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു എല്ലാവരും. സാരംകൂട്ട നല്ല എനർജി. താങ്ക് യു. നല്ല എനർജി. അത് മാത്രമല്ല ഓരോ വാക്കും ഈ തെരഞ്ഞെടുപ്പ് അടുക്കേണ്ട സമയത്ത് വിലയുള്ള നോട്ട് എല്ലാം ക്ലിയർ ആയിരുന്നു കേട്ടോ. അതെ അതെ. താങ്ക് യു. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സാരംകൂട്ടം പാടിയത്. അതിനൊരു താങ്ക് യു താങ്ക് യു. ഉഗ്രം കയ്യടി. നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നല്ല പവറേഷ് ആയിട്ട് പാടുകയും ചെയ്തു. അടിമുടി അടിമുടി കരയുള്ള കതറിന്റെ അഴിമതിക്കിനിയില്ല വോട്ട്. കുറുവടി കൊലവിളി നടത്തണ മസിലിന് കുറിക്കുള്ള മറുപടിയോട്ട്. ആണും പെണ്ണും കെട്ടവരെയെ ആരും നൽകരുതോട്ട്. തനിയാണെങ്കിൽ എന്നോട് വകയായി ഉണ്ടാകും 1000 വോട്ട്. ഭരണ പാർട്ടിക്കോട്ടില്ല. എനിക്ക് ആ ഒരു ഭാഗം ഒരു കൺഫ്യൂഷൻ വന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, മറന്നുപോയി. എന്തായാലും കിഡിലം പെർഫോമൻസ് ആയിരുന്നു സാരംകൂട്ട. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സാരംകോട്ടന് ഇന്ന് 98 100-ൽ താങ്ക് യു സർ. 98 out of 100. താങ്ക് യു സർ. അപ്പൊ സാരംകൂട്ടന്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷം. താങ്ക് യു. ചക്രിക്കും താങ്ക് യു. ഇതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ വീട്ടിൽ കൊണ്ടുപോയ കൊള്ളാം. പക്ഷെ എന്റെ വീട്ടിലുള്ള ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. ടാറ്റാ, ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഹാപ്പി ഫാമിലി. ബൈ. സിന്ദൂര